നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, നിങ്ങളോട് പ്രണയമുള്ള ഒരു വ്യക്തിക്ക് മറ്റൊരു ബന്ധം കൂടി ഉണ്ടെങ്കിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെ എന്നാണ്. പ്രണയിക്കുന്ന സമയത്ത് പ്രണയിക്കുന്ന വ്യക്തികൾ ഒരേ സമയത്ത് പല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒന്നിൽ കൂടുതൽ പ്രണയങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി പല പ്രണയങ്ങൾ ഒരേ സമയത്ത് തുടർന്നു പോകുകയാണ്. എന്നാൽ അവരുടെ പ്രണയങ്ങൾ ഒന്നും ആരും അറിയുന്നില്ല. അവർക്ക് പലരുമായി ബന്ധമുണ്ടെന്നും പല കളികളും കളിക്കുന്നുണ്ടെന്നും ആരും അറിയുന്നില്ല. ഇത്തരം വ്യക്തികളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾ പ്രണയിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ ഇവിടെ ആയിരിക്കില്ല. അവർ ഇവിടെ ശ്രദ്ധിക്കാതെ മറ്റു പല ദിക്കിലേക്കും അവരുടെ ശ്രദ്ധ കൊണ്ടുപോകും. അതുപോലെ തന്നെ അവരുടെ ചിന്തകൾ മറ്റു പല വഴിയിലേക്കും പോകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുക. ഇങ്ങനെയുള്ളവരുടെ മാനസിക തലം അനുസരിച്ച് അവർ ഇവിടെ ഉറച്ചു നിൽക്കുന്നവരല്ല. ഇവിടെ നിന്നും മറ്റു പല തലത്തിലേക്കും അവരുടെ ശ്രദ്ധ പോയിക്കൊണ്ടിരിക്കുന്നു. ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ കണക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ അവരുടെ ആ പ്രവർത്തനങ്ങൾ നിങ്ങളെ ആശ്രയിച്ചിരിക്കും. അതിൽ നിന്ന് വിപരീതമായി മറ്റു പല അവസ്ഥകളിലേക്കും പോകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റു പല ബന്ധങ്ങളും ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. രണ്ടാമത്തെ ലക്ഷണം, നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളോട് കൂടുതൽ സ്നേഹം കാണിക്കും. പക്ഷേ പുറമേ മാത്രമായിരിക്കും അത്. നിങ്ങൾ അകലെ ആയിരിക്കുമ്പോൾ, നിങ്ങൾ വിട്ടുനിൽക്കുമ്പോൾ നിങ്ങളെ കണ്ടില്ലെങ്കിലും അവർക്കൊരു പ്രശ്നവുമില്ല. അവർ നിങ്ങളെ ഒന്ന് അന്വേഷിക്കുക പോലുമില്ല. എന്നാൽ മുന്നിൽ വരുമ്പോൾ അമിതമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇവരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുള്ളവർ നേരിട്ട് കാണുമ്പോഴും കണ്ടില്ലെങ്കിലും എല്ലാം ഒരേ സ്നേഹത്തിൻ്റെ അവസ്ഥകൾ നിലനിർത്തിക്കൊണ്ടുപോകും. കണ്ടില്ലെങ്കിൽ വിളിക്കും, അന്വേഷിക്കും, മെസ്സേജ് അയക്കും. മൂന്നാമത്തെ ലക്ഷണമാണ്, നമ്മൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനോ മറ്റു വിളിക്കുമ്പോൾ അവർ പറയും, ഞാനിപ്പോൾ ഫുഡ് കഴിച്ചു, ഇപ്പോൾ വേണ്ട, ഇപ്പോൾ ഒരു മൂഡില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ അത്തരക്കാരെ ശ്രദ്ധിക്കണം. കാരണം അവരുടെ അപ്പോഴത്തെ മനസ്സ് മറ്റ് ഏതോ വ്യക്തിയിൽ കണക്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നതിൻ്റെ സൂചനയാണിത്. ആ സാഹചര്യത്തിൽ നിങ്ങളുടെ വിളി അവർക്കൊരു അരോചകമായി മാറും. അപ്പോൾ അവർ പറയും, ഇപ്പോൾ വേണ്ട, ഞാൻ കഴിച്ചു, അല്ലെങ്കിൽ പിന്നെ മതി എന്നൊക്കെ പറഞ്ഞ് ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നേരത്തെ ആയിരുന്നെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നേരെ മറിച്ചാണ് അവരുടെ സ്വഭാവം എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. നാലാമത്തെ ലക്ഷണമാണ്, നിങ്ങളൊരു വിഷയം പറഞ്ഞാൽ മൈൻഡ് ചെയ്യാതെ ഇരിക്കുക. നമ്മളുടേതായ വിഷമങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ പ്രണയിക്കുന്ന ആളിനോട് പറയാറുണ്ട്. എന്നാൽ ഈ അവസരത്തിൽ നമ്മൾ പറയുന്ന പ്രശ്നങ്ങളൊന്നും അവർ കാര്യമാക്കി എടുക്കുകയില്ല. എല്ലാം ഒരു കഥ കേട്ട പോലെ തള്ളിക്കളയും. ഇങ്ങനെയുള്ളവരുടെ ഉള്ളിലും മറ്റ് ആരോ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഞ്ചാമത്തെ ലക്ഷണമാണ്, നിങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, മുന്നോട്ടുള്ള എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളത് സ്നേഹത്തോടു കൂടി പറയുന്നതാണ് എങ്കിലും അവർ ആകട്ടെ എല്ലാം കേൾക്കുന്നത് പോലെ നിൽക്കും. എന്നാൽ അവരുടെ ഉള്ളിൽ ഒരു ഭാവമാറ്റവും ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക. ഇങ്ങനെയുള്ളവർക്ക് എന്തെല്ലാമോ മറ്റു ബന്ധങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു നേരം പോക്കിന് മാത്രമായി നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മളെ വിട്ടുപോകാൻ അയാൾ തയ്യാറാണ് എന്ന് ഉള്ളതിനുള്ള ലക്ഷണമാണ്. ഉദാഹരണത്തിന്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ എടുക്കില്ല. എന്തു പറഞ്ഞാലും പുച്ഛം മാത്രം. അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഏഴാമത്തെ ലക്ഷണമാണ്, എന്ത് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാലും ഗൗരവത്തിൽ എടുക്കാതെയിരിക്കുക. നമ്മളിപ്പോൾ എന്ത് മുഖ്യമായ കാര്യം പറഞ്ഞാലും സീരിയസായി എടുക്കാതിരിക്കുക.
എന്തു കാര്യം തന്നെ പറഞ്ഞാലും ശ്രദ്ധിക്കാതിരിക്കുക. അവർക്ക് അതിൻ്റേതായ യാതൊരു ഭാവങ്ങളും ഇല്ല. നിങ്ങളിപ്പോൾ വിഷമം പറഞ്ഞാലും നിങ്ങളൊരു സന്തോഷം പറഞ്ഞാലും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ അത്തരക്കാരെയും സൂക്ഷിക്കണം. ചിലപ്പോൾ ഇങ്ങനെയുള്ളവർ അവരുടെ ഉള്ളിൽ ചിരിക്കുന്നതായിട്ടും നിങ്ങൾക്ക് തോന്നാം. അത് മുഖത്തിൻ്റെ ഭാവവ്യത്യാസം നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെയുള്ളവർക്കും മറ്റെന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുക. 8ാമത്തെ ലക്ഷണമാണ്, നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ബിസിയാണെന്ന് ഒക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ആൾ ആണെങ്കിൽ അവരെയും ശ്രദ്ധിക്കണം. അവർ നിങ്ങളുടെ കോളുകളും മെസ്സേജുകളുമാണ് അവഗണിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അവർക്ക് ആവശ്യമുള്ളവരുടെ മെസ്സേജുകളും കോളുകളും നോക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പക്ഷേ നിങ്ങളവിടെ വെറും സെക്കൻഡറി മാത്രമാണ്. ഇത് ഒക്കെ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിക്ക് മറ്റെന്തെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ ഈ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി.